ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിനെ എങ്ങനെ സൗദിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള പ്രൊസീജിയേഴ്സ് ആണ്. അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ആകുമ്പോൾ നമ്മൾ റേഡിയോളജിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ISRTCയുടെ രജിസ്ട്രേഷൻ ആണ് എടുക്കേണ്ടത്. മെഡിക്കൽ അല്ലാത്ത പ്രൊഫഷൻസ് ആണെങ്കിൽ AHPയുടെ രജിസ്ട്രേഷൻ എടുക്കാം. ഇനി ഒപ്റ്റോമെട്രി കാറ്റഗറിയിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഒപ്റ്റോമെട്രി കൗൺസിലും ഉണ്ട്, ഒപ്റ്റോമെട്രി കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCIയുടെ മുംബൈ എന്നുള്ള സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ കേരള പാരാമെഡിക്കലിന്റെ രജിസ്ട്രേഷൻ അത് ഏറ്റവും വലിയൊരു രജിസ്ട്രേഷൻ ആണ്, അക്സെപ്റ്റബിൾ ആണ്. അത് വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ആണ് കേരള പാരാമെഡിക്കൽ. അപ്പോൾ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ബയോകെമിസ്റ്റ് വരുന്നുണ്ട്, മൈക്രോബയോളജിസ്റ്റ് ഉണ്ട്, പിന്നെ ഡയറ്റീഷ്യൻ, ന്യൂട്രീഷൻ, പിന്നെ അനസ്തേഷ്യ ടെക്നോളജി, റേഡിയോഗ്രാഫർ, ഇങ്ങനെയുള്ള ടൈറ്റിൽസിൽ ഉള്ളവരാണല്ലോ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മൈഗ്രേഷൻ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്ന ടൈമിലായിരിക്കും ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്ന് ചിലപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഫർമേഷൻ ആയിട്ട് തന്നെ എടുക്കുക. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ തന്നെ നമ്മുടെ ഹെൽത്ത് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. എങ്കിലേ നിങ്ങളൊരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആവത്തുള്ളൂ. ആസ് യു ബിലോങ്സ് ടു മെഡിക്കൽ ഫീൽഡ് അത് മാൻഡേറ്ററി ആണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൗദിക്ക് എപ്പോഴും അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിമം 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വൺസ് നിങ്ങളുടെ രജിസ്ട്രേഷനും ഉണ്ട്, എക്സ്പീരിയൻസ് ഒക്കെ ഇനഫ് ആയിട്ടുണ്ടെങ്കിൽ ഡേറ്റ ഫ്ലോ എന്നുള്ളൊരു പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. ഡേറ്റ ഫ്ലോ ആക്ച്വലി പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് 30 വർക്കിംഗ് ഡേയ്സിൽ കംപ്ലീറ്റ് ആവും. വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ ഓൾ ഇയർ മാർക്ക് ഷീറ്റ്സിൻ്റെ കോപ്പി, ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ വേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, മെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് സൗദി ഡേറ്റ ഫ്ലോയ്ക്ക് വേണ്ടത്. ഗുഡ് സ്റ്റാൻഡിങ് സൗദിക്ക് ആവശ്യമില്ല, അതും കൂടെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഡാറ്റ ഫ്ലോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്രെഡൻഷ്യലിങ്ങിന് അപ്ലൈ ചെയ്യാം. അതെ, ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയാൽ സൗദി ക്രെഡൻഷ്യൽസ് ആണ് നെക്സ്റ്റ് സ്റ്റേജ്. ക്രെഡൻഷ്യൽ അപ്രൂവ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് എക്സാം ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എക്സാം ബുക്ക് ചെയ്യുന്നതിന് മുന്നേ അതിനൊരു കോച്ചിങ് എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കോച്ചിങ്ങിൻ്റെ ഒന്ന് നമുക്ക് അലൈഡ് ഹെൽത്ത് കോച്ചിങ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 50 വർക്കിംഗ് ഡേയ്സോളം ഉള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്യൂട്ടറുമായിട്ട് എല്ലാ വീക്കിലും ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നടത്തും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് എല്ലാം കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൗദി ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം എലിജിബിലിറ്റി ID വരത്തുള്ളൂ. വൺസ് നമുക്ക് ആ ID റിസീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ട്രിവാൻഡ്രം ആയിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. ഔട്ട്സൈഡ് കേരള ഇഷ്ടംപോലെ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എക്സാം ബുക്ക് ചെയ്യുന്നു. വൺസ് ആ എക്സാമിനേഷൻ പാസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും ഫൈനൽ സ്റ്റേജ് ഓഫ് ക്രെഡൻഷ്യൽസ് ഉണ്ട്. ആ ഫൈനൽ സ്റ്റേജ് ഓഫ് ക്രെഡൻഷ്യൽസിൽ നമുക്ക് സൗദി മിനിസ്ട്രിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ആ രജിസ്ട്രേഷനുമായിട്ട് നമ്മൾ സൗദിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നീടുള്ള മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ ലൈസൻസിങ് പ്രൊസീജിയറും എംപ്ലോയർ ആയിരിക്കും ചെയ്തു തരുന്നത്. ഇത്രയാണ് ഒരു പ്രോസസ്സ്. അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ അപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോസ്റ്റൽ ചെയ്യുമ്പോൾ നോർമൽ അപ്പോസ്റ്റൽ ചെയ്യരുത്, സൗദിക്ക് സൗദി അപ്പോസ്റ്റൽ തന്നെ ചെയ്യണം. QR കോഡുള്ള സൗദി അപ്പോസ്റ്റൽ തന്നെ ചെയ്യാൻ മൈൻഡായിട്ടും ശ്രദ്ധിക്കണം. അത് നോർമൽ അപ്പോസ്റ്റൽ ഒരിക്കലും ചെയ്യരുത്, സൗദി അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ സൗദി ക്രെഡൻഷ്യൽസിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് എല്ലാവരും ചോദിക്കും. സൗദി ക്രെഡൻഷ്യൽസിന് 1 ഇയറിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ID കിട്ടി, ഇപ്പോഴൊന്നും എക്സാം എഴുതുന്നില്ല, കുറേ നാൾ കഴിഞ്ഞിട്ട് എഴുതാമെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അതേ ഡേറ്റിൽ അടുത്ത വർഷം വരെ ആ ID വാലിഡ് ആണ്. പക്ഷേ ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ID എക്സ്പയർഡ് ആവും, വീണ്ടും സൗദിയുടെ ക്രെഡൻഷ്യൽസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ ബേസിക് പാക്കേജിൽ ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. ഒരു എഡ്യൂക്കേഷൻ, ഒരു രജിസ്ട്രേഷൻ, ഒരു എക്സ്പീരിയൻസ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്. ഓക്കെ. പിന്നെ എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സുകളോ കാര്യങ്ങളോ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻസും കൂടെ ഇടുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ പ്രസ് ചെയ്യണം. ഓക്കെ. സോ താങ്ക് യു ഓൾ. ബൈ.